ഹലോ മച്ചന്മാരെന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ കോൺക്രീറ്റിലാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് 1100-1150 സ്ക്വയർ ഫീറ്റിൻ്റെ ലിൻഡൽ സൺസൈഡ് സിറ്റ് ഔട്ട് ഫുള്ള് നമ്മൾ അടിച്ചടി തീർത്ത് ഇന്ന് 3ാമത്തെ ദിവസം നമ്മൾ കോൺക്രീറ്റിലാണ്. അപ്പോൾ ഈ സിറ്റ് ഔട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിത് പെട്ടെന്ന് അടിക്കാനുള്ള പരിപാടി ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ തോന്നി സാധനങ്ങളെ കുറച്ചുള്ളത് കൊണ്ട് പിന്നെ എന്ത് ചെയ്ത് ഈ കൂട്ടത്തിൽ തന്നെ അടിക്കാൻ നല്ലതെന്ന് തോന്നി, അങ്ങനെ അടിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ട ഈ മുന്നിൽ 2 ഷോവാൾ പോലെ കൊടുത്തിന്. ഷോവാൾ ഫില്ലർ കെട്ടിയത് 2 ഫില്ലർ 40-40 ഫില്ലർ ഇവർ കല്ല് വെച്ച് കെട്ടിയതാണ്. അതിൽ ഒന്നിൽ എന്താണ് പൈപ്പ് വെള്ളം ഇറക്കാൻ വേണ്ടിയാണ് ഒരു നടുവിൽ ഹോൾസാണ് അതിൻ്റെ വന്നത്. അതിൻ്റെ നടുവിൽ ഹോൾസ്, ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള അത് ഹോൾസ് അല്ല, അത് ഫുള്ള് തൂർത്തതാണ്. അവിടെ ഈ വെള്ളം മുഴുവനും ഈ പൈപ്പിൻ്റെ അടുത്ത് വന്ന് കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയോൾക്കും ഏരിയ ഉള്ളതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ലെവൽ ചെയ്യുന്ന സമയത്ത് ലേശം കോൺക്രീറ്റ് കൂട്ടി പിടിക്കണം. അങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് കോൺക്രീറ്റിന് ലേശം കൂട്ടി പിടിക്കണം, അപ്പോഴേ ഇങ്ങോട്ട് സ്ലോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു കൺ ലെവലിന് അങ്ങോട്ട് പിടിച്ച് പോയതാണ്. കാരണം ഈ മുന്നിൽ ഉള്ളിൽ ബീമും ഉണ്ട്. അപ്പോൾ എന്താ സ്ലോപ്പ് കിട്ടണമല്ലോ. അപ്പോൾ ഈ മൂലയിലേക്ക് തന്നെ സ്ലോപ്പ് കൊണ്ടുപോകുമ്പോൾ നൂല് കെട്ടി ചെയ്യുമ്പോൾ അത് റെഡി ആയി കിട്ടില്ല. അപ്പോൾ ഒരു കൺ ലെവലിന് റെഡി ആക്കിങ്ങാണ്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, കുറച്ച് കോൺക്രീറ്റ് കൂടും, അപ്പോഴേ ഇത് നടക്കുള്ളൂ. അപ്പോൾ ഈ സൈഡിൽ ഫുള്ള് വലിയ ഇത് കെട്ടിയതാണ്. ഇത് കെട്ടിയത് കൊണ്ടാണ് നേരെ ഉള്ളിലൂടെ നമ്മൾ പൈപ്പ് ഇടണേ. അതേമാതിരി ഈ ബീം കണ്ടോ, ഈ ബീം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 80ഓളം ഗ്യാപ്പ് ഉണ്ട്. ഈ സൺസൈഡിൻ്റെ തുഞ്ചത്തേക്ക് 80ഓളമൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ഈ ബീം വന്നത് നമ്മൾ ഈ ബീമിനെ ഇവിടെ കൊടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള 2 ഫില്ലറും അത് റെഡിയല്ല. അത് 40-40 ഫില്ലർ കല്ലുകൊണ്ട് കെട്ടിയാണ് ഇത്രയും ലോങ് അതിൻ്റെ മുകളിൽ ലോഡ് എടുക്കലുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചുമര് കൊടുത്തത്, അതാണ് ഇത്ര ഗ്യാപ്പ് ഇവിടെ വന്നത്. ഈ ബീം ഓവർ ബീം നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ കുറഞ്ഞ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇതിന് 90 ഇനിയും ഉണ്ട് കേട്ടോ, ഒരു 80-90ഓളം ഇനിയും പുറത്തോട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ അല്ലാണ്ട് കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഇത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ഷീണം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അതിനിവിടെ കൊടുത്തത്. അപ്പോൾ ഏകദേശം അൽഹംദുലില്ലാ വലിയ ഇടങ്ങേറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ കോൺക്രീറ്റ് ഏകദേശം തീർന്ന്. ഇത് വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് ACC സിമെൻ്റ് കൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത്, ACC സിമെൻ്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് ഇത് രണ്ടാമത് കണ്ടോ വരുതാൻ ഭയങ്കര റിസ്ക്കാണ്. ഇത് ഫുള്ള് ടൈറ്റായി വരും. അതാണ് ACC സിമെൻ്റ് ആയുള്ള പ്രശ്നം. പക്ഷേ ഇന്നിപ്പോൾ മഴക്കാറും കാര്യങ്ങളുള്ളതിനോടാണ് ACC എടുക്കാൻ. ACC അൾട്രാടെക്കാണ് ഈ സീസൺ എടുക്കൽ. പക്ഷേ ഈ ലിൻഡൽ സൺസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലിൻഡൽ സൺസിന് ഉണ്ടാകുമ്പോൾ മര്യാദയൊന്നും വൃത്തിയിലൊന്നും വരുതാൻ കഴിയില്ല. ഇത് വെള്ളം ഇട്ടിങ്ങാട്ട് ഒന്ന് പിടിച്ചതാണ്, അതത്ര വൃത്തി കിട്ടാത്തത്. വെള്ളം ഒഴിച്ചിങ്ങോട്ട് ഒന്ന് വരുത്തിയതാണ്, അത് മര്യാദ വൃത്തി കിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഫുള്ള് ഗർഭവും കാര്യങ്ങളും അടിച്ച് കഴിയുമ്പോൾ എന്തായാലും ഫുള്ള് ടൈം ഒരുപാട് പിടിക്കും. ഇത് കണ്ടമാനാണ്, ഫ്രണ്ടേജിലൊക്കെ കണ്ടില്ല കണ്ടമാനം പലക കയറിയത്. അത്രയൊക്കെ ആയിട്ട് പലകയും ഗർഭവും ഒക്കെ 2 ആളെ പണിയാൽ തന്നെ ഉണ്ടാവും ഒരു ദിവസം. അതാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അടിക്കാനുള്ള പരിപാടി ഇല്ലെങ്കിൽ, പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അടിച്ചതിനോട് ഒറ്റയ്ക്ക് പണിയെടുത്ത് തീർന്നിട്ട് ഇതോടുകൂടി ആ വിഷയം തീർന്നിട്ട്. അല്ലെങ്കിൽ എന്താണ് പിന്നെ അതിന് നമ്മൾ മെനക്കണം. ഇതിപ്പോൾ എന്താ ഇത് ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണിക്കാരെ വെച്ചല്ല പരിപാടി നമ്മൾ തീർക്കാൻ കഴിഞ്ഞു. മറ്റേ അതിനും വേറെ പണിക്കാർ വേണം, ഇതിനും വേറെ പണിക്കാർ വേണം. അതാണ് ഇതിൻ്റെ സ്ഥിതികൾ. ഈ കൂട്ടത്തിൽ തന്നെ അതിനോട് എന്തായിരുന്നു ഇപ്പോൾ 8 കോൺക്രീറ്റുകാരോട് 8 ഞങ്ങൾ 3 11 ആളുടെ പരിപാടി കഴിഞ്ഞ്. ആ നേരത്തെ സിറ്റ് ഔട്ട് നമ്മളിന്ന് വാർക്കുന്നില്ലെങ്കിൽ 7 കോൺക്രീറ്റുകാർ ബാക്കിയുള്ള ഈ ഏരിയ മുഴുവൻ കോൺക്രീറ്റ് ചെയ്യാൻ 7 ആൾക്കാർ വേണം. 7 ആൾക്കാരുടെ ഇത് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്രകൾക്കും ഏരിയ കോൺക്രീറ്റ് ചെയ്യാൻ 7 ആൾക്കാരും അതിൻ്റെ പുറമെ നമ്മൾ 2 പണിക്കാരും വേണം. ഒന്ന് വൈബ്രേറ്റർ പിടിക്കാനും ലെവലിങ് ചെയ്യാനും 9 ആൾ വേണം. ഇപ്പോൾ 2 ആൾ കൂടി അത്രകൾക്ക് ഏരിയ നമുക്ക് നല്ലൊരു നേക്കായി. ഇന്നെന്തപ്പോൾ സാധനം ബിൽഡിങ് പൊളിച്ച് കുറേ പലക ഫ്രീ ആയി നിന്ന് കറക്റ്റ് ടൈം ആയതുകൊണ്ട് കഴിച്ചിലായി. അതുകൊണ്ട് ഫുള്ള് പോടെ ഒറ്റയടിക്ക് നമ്മൾ പണി തീർക്കാനായി. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. പിന്നെ പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പണി കിട്ടിയും കാര്യമില്ല, അത് പെട്ടെന്ന് തീർക്കാനുള്ള 2 ദിവസം കൊണ്ട് തീർത്ത പണിയാണ്. ഇത്രയോൾക്കും വലിയൊരു ഏരിയ 2 ദിവസം കൊണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ എല്ലാ സാധനവും ജാക്കി, പൈപ്പ് കുത്തി, ഷീറ്റ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ വെറുതെ വലിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 ദിവസം 3 ദിവസം കൊണ്ട് തീർക്കാനുള്ള വർക്കേ ഉണ്ടാവുള്ളൂ. നല്ലോണം നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ, എങ്ങനെ എത്ര താളിപ്പൊളിച്ച് പണിയെടുത്താലും നമ്മൾ പണി ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പണികൾ തീർക്കാം. കാരണം പണ്ടത്തെ മാതിരിയുള്ള മുട്ട് മുറിക്കുക അതൊന്നും വേണ്ടല്ലോ. ഇത് നമ്മൾ 1150 സ്ക്വയർ ഫീറ്റുണ്ടോ, ഇത് നമ്മൾ 1.30 നമ്മൾ ഈ വർക്ക് എടുത്തത്. ഓക്കെ, താങ്ക് യു.